ഒറ്റയ്ക്കൊരു വീട്ടിൽ ഒരു പെണ്ണിനെ ഒരു വലിയ വീട്ടിലുമാക്കിയിട്ട് ഒരു പ്രവാസിയും പോകില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അണ്ണ എന്ത് പറഞ്ഞു? ഒന്ന് കേട്ടെ. ഒറ്റയ്ക്കൊരു വീട്ടിൽ ഒരു പെണ്ണിനെ ഒരു വലിയ വീട്ടിലുമാക്കിയിട്ട് ഒരു പ്രവാസിയും പോകില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അണ്ണ ഇത്രേ പറഞ്ഞുള്ളൂ, ഭാര്യയെ തനിച്ചാക്കിയിട്ട് ആരും ഗൾഫിലേക്ക് പോകരുതെന്ന്. പോയാൽ എന്ത് പറ്റുന്നല്ലേ? ഭാര്യയെ തനിച്ചാക്കിയിട്ട് ഗൾഫിൽ പോയ ഒരു ഗൾഫുകാരന് പറ്റിയ ഒരു വലിയ പറ്റിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. വൈകുന്നേരം ഒരു 6 മണിയായി കാണും. ആ വീട്ടിൽ അപ്പോൾ സിബിയും വേലക്കാരും മാത്രമേ ഉള്ളൂ. 2 കുട്ടികളാണെങ്കിൽ ട്യൂഷന് പോയിരിക്കുവാണ്. അങ്ങനെ സിറ്റ് ഔട്ട് ഇരുന്നുകൊണ്ട് സിബി എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഗേറ്റും ചവിട്ടി തുറന്നുകൊണ്ട് ഒരാൾ ആ വീട്ടിൻ്റെ അകത്തേക്ക് വരുന്നത്. ഈ വേലക്കാരി കാഴ്ച കാണുന്നുണ്ട്. വേലക്കാരിക്ക് മനസ്സിലാവും ഇത് സ്ഥിര സംഭവമാണ്, ഈ വീട്ടിലെ സ്ഥിരം അന്തേവാസിയാണ്. വേലക്കാരി മൈൻഡ് ചെയ്യാനേ പോയില്ല. ഈ വന്ന ആൾ എന്തോ ചെയ്യുന്നറിയാമോ? സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സിബിയെയും കൈക്ക് പിടിച്ചുകൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. കുറച്ച് നേരം വേലക്കാരുടെ പണിക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ബെഡ്റൂമിൽ പട്ടന്നൊക്കെ എന്തൊക്കെയോ കത്തിയാൻ വരുന്ന ശബ്ദം കേൾക്കുന്നു. എന്തൊക്കെയോ വാരി വലിച്ചെറിയുന്നതൊക്കെ ബഹളം കേൾക്കുകയാണ്. ഭീകരമായ കാഴ്ച കാണുകയാണ്. പിന്നീട് ആ ബെഡ്റൂമിൽ തീ ഇങ്ങനെ ആളി പടരുകയാണ്. 2 തീഗോളങ്ങൾ ഇങ്ങനെ റൂമിൽ കിടന്ന് ഓടുകയാണ്. ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് ആൾക്കാരെല്ലാം ആ വീട്ടിലേക്ക് ഓടുകയാണ്. അവർ വാതിലെല്ലാം ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി. തീ പൂർണ്ണമായിട്ട് അണഞ്ഞിരിക്കുകയാണ്. അവർ ഭീകരമായ ഒരു കാഴ്ച കാണുകയാണ്. 2 തീഗോളങ്ങൾ ഇങ്ങനെ അണഞ്ഞ് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞ നിലയിൽ 2 മൃതങ്ങൾ കിടക്കുകയാണ്. ഈ വന്ന് കയറി ആളാരാണെന്ന് അറിയാമോ? വേലക്കാരി കണ്ട ആൾ ഈ സിബിയുടെ കാമുകനാണ്. കാമുകൻ്റെ പേരാണ് ബിജു. ഈ ബിജുവാണ് സിറ്റ് ഔട്ടിൽ ഇരുന്ന ആ പെൺകുട്ടിയും വലിച്ചെടുത്തുകൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് പോയത്. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്, ആരാണ് ആരെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം വ്യക്തത ഒന്നുമില്ല. ചിലർ പറയുന്നു ഇവർ 2 പേരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എന്ന് പറഞ്ഞാൽ ഈ കാമുകനും കാമുകയും കൂടെ ഇനി ജീവിക്കേണ്ട, മരിച്ചു കളയെന്നും പറഞ്ഞ് ഈ ബിജുവിനെ വിട്ട് പെട്രോൾ മേടിച്ച് എന്നിട്ട് ആ ബെഡ്റൂമിൽ കൊണ്ട് സ്വയം 2 പേരും ആത്മഹത്യ ചെയ്തു. അതല്ല, ബിജു മനഃപൂർവ്വം ഈ സ്ത്രീയെ കൊല്ലാൻ വേണ്ടി സിറ്റ് ഔട്ടിൽ വെറുതെ ഇരുന്ന സിബിയെ കൈക്ക് പിടിച്ചുകൊണ്ട് ബെഡ്റൂമിൽ എത്തിക്കുന്നു. സിബിയുടെ തലയ്ക്ക് ആദ്യം പെട്രോൾ ഒഴിക്കുന്നു, അതിനുശേഷം സ്വന്തം തലയിലേക്ക് പെട്രോൾ ഒഴിക്കുന്നു. അങ്ങനെ 2 പേരും ആത്മഹത്യ ചെയ്തു. പക്ഷേ ഇതിന് വ്യക്തതയില്ല ഇപ്പോഴും. കാരണം ഈ മരണം കണ്ടവരാരും ഇല്ലല്ലോ. ആകപ്പാടെ അറിയാവുന്നത് ബിജുവിനും ഈ സിബിക്കും മാത്രമാണ് എന്താണ് ആ ദിവസം സംഭവിച്ചത്, ആരാണ് ആത്മഹത്യ ചെയ്യാൻ മുൻകൈ എടുത്തെന്നുള്ള കാര്യം ഈ 2 പേർക്കുമേ അറിയത്തുള്ളൂ. പക്ഷേ ഇവർ 2 പേരും ഇന്ന് ഭൂമിയിലില്ല. ആദ്യം ഈ പെണ്ണിൻ്റെ പുറത്ത് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. പെട്രോൾ ഒഴിച്ച് പെണ്ണിൻ്റെ പുറത്ത് തീ അടിച്ചിട്ടാണ് ഇയാൾക്ക് തീ അടിച്ചത്. 2 കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നാണ് എനിക്ക് ഊഹിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ ഈ സംഭവം നടക്കുന്ന കാര്യം ഈ സിബിക്ക് അറിയണമെന്നില്ല. കാരണം കുറച്ച് മുമ്പാണ് മക്കളെ ട്യൂഷന് പറഞ്ഞു വിട്ടത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി സിറ്റ് ഔട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് മറ്റവൻ ഇങ്ങനെ ആ ഗേറ്റൊക്കെ ചവിട്ടി തുറന്നുകൊണ്ട് പെട്രോളുമായിട്ട് അകത്ത് കയറി വരുന്നത്. എന്ന് പറഞ്ഞാൽ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു, പിന്നെ കത്തിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു കാര്യം അനുമാനിക്കാം, ഈ സ്ത്രീയെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് കത്തിച്ച് കൊന്നു. അതിനുശേഷം ഇവൻ തന്നെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു കൺക്ലൂഷനിൽ തന്നെ നമുക്ക് എത്താം. ഇനി ഈ കഥാപാത്രങ്ങൾ ആരാണെന്ന് അറിയണമല്ലോ. സിബി ആര്, ബിജു ആര്, ഇവർക്ക് കുടുംബങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം. ഈ കഥാപാത്രമാണ് സിബി. സിബിക്ക് 2 മക്കളുണ്ട്. ഭർത്താവാണെങ്കിൽ ഗൾഫിലാണ്. അങ്ങനെ സ്വസ്ഥമായിട്ട് ഒരു കുടുംബം നയിച്ചു വരുമ്പോഴാണ് ബിജു ഇവർക്കിടയിലേക്ക് വരുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബിജുവിനെ പരിചയപ്പെടാം. ബിജുവിന് ഇതുപോലെ നല്ലൊരു കുടുംബമുണ്ട്, നല്ല സുന്ദരിയും സുമുഖിയും നല്ല മിടുക്കിയ ഒരു ഭാര്യയുണ്ട്, അക്കൂട്ടത്തിൽ 2 കുട്ടികളുമുണ്ട്. അങ്ങനെ അവർ സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുമ്പോഴാണ് ഈ ബിജു ഈ സ്ത്രീയെ കാമുകിയായിട്ട് കൊണ്ട് നടക്കുന്നത്. ഒരു കുട്ടിയായിട്ട് പരിചയപ്പെട്ട് മലപ്പുറത്തുള്ള കല്യാണം കഴിച്ചു. ഇവിടെ കൊണ്ട് നല്ല ഒരു കുട്ടിയാണ്, കുടുംബം നോക്കുന്ന, അവനെ സ്നേഹിക്കുന്ന. അതിൽ 2 കുട്ടികളുണ്ട്, മിടുക്കന്മാരായ 2 കുട്ടികളുണ്ടായിരുന്നു. ഈ ബിജുവിനെ പറ്റി കുറച്ചുകൂടി നമുക്കൊരു വ്യക്തത വരുത്താനുണ്ട്. കാരണം നാട്ടുകാരൊക്കെ പറയുന്നത് ബിജു നല്ലൊരു മദ്യപാനിയാണ്. അതുമാത്രമല്ല പെൺ വിഷയങ്ങളിലൊക്കെ വലിയ താല്പര്യമുള്ള കക്ഷിയാണ്. കുറച്ച് കേസൊക്കെ ഈ പെണ്ണ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തുള്ള സ്റ്റേഷനിലൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും നല്ല തരികടയാണ്. വീട്ടുകാരൊക്കെ കൈയൊഴിഞ്ഞ കക്ഷിയാണ്. ഇടയ്ക്കൊരു പെണ്ണ് കേസിൽ പുള്ളി അകപ്പെട്ടു. അഞ്ചൽ പോലീസ് ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തു. ആ വീട്ടിൽ അവനെ നയിക്കാൻ ആളില്ലാതെ പോയി. ചെറുപ്പത്തിലെ അവൻ്റെ ഫാദർ മരണപ്പെട്ടു പോയി. പിന്നെ ജ്യേഷ്ഠന്മാർ 2 പേരും പല വഴിക്കായിപ്പോയി. ധാരാളം പൈസയും കയ്യിലുണ്ട്. അവനെ നയിക്കാൻ ആളില്ല, നേർവഴിക്ക് കൊണ്ടുപോകാനും ആളില്ലാതെ പറ്റിപ്പോയതാണിത്. അപ്പം നമ്മുടെ ബിജുവും സിബിയും കൂടെ 2 കുടുംബങ്ങളുമായിട്ട് സന്തോഷകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എന്തോ പറയാൻ അവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. അവിടുത്തെ ഒരു ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ബിജുവിനും സിബിക്കും അത് പ്രസ്റ്റീജ് വിഷയമാണ്. കാരണം ഈ സ്ഥാനാർത്ഥി ഊറ്റുകഴിഞ്ഞ് നാണക്കേണ്ട, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ബിജു ആണെങ്കിൽ കടുത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങനെ ഈ 2 പേരും കൂടി ആ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ വേണ്ടി രംഗത്തെത്തുകയാണ്. അരിയും തലയും മുറുക്കിന്നൊക്കെ പറയുമല്ലോ, അമ്മാതിരി വരവാണ് ഈ ബിജുവും സിബിയും. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കണം. തങ്ങൾ 2 പേരും ഒരു പാർട്ടിക്കാരാണ്. അങ്ങനെ ഒരു വിധത്തിലും ആ സ്ഥാനാർത്ഥി തോൽക്കാൻ പാടില്ല. അങ്ങനെ 2 പേർ രംഗത്ത് വരികയാണ്. ഈ മരണപ്പെട്ട പെൺകുട്ടിയും ഈ ബിജുവും തമ്മിൽ ഒന്നിച്ചൊരു സ്ക്വാഡായിട്ട് പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയി.
അങ്ങനെ പോയതിൻ്റെ ഫലമായി ഇവർ തമ്മിൽ വളരെ മാനസികമായിട്ട് വളരെ അടുപ്പത്തിലുമായി. ഒരു സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ ഒരു ഗ്രാമം മുഴുവൻ അക്ഷീണം പ്രയത്നിക്കുമ്പോൾ ഇവിടെ ഈ രണ്ടുപേരും, അതായത് ബിജുവും സിബിയും കൂടെ മറ്റൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ഒരു പ്രേമത്തിലേക്ക് രണ്ടുപേരും വഴുതി വീണു. വല്ലാത്തൊരു പ്രേമ കുടുക്കിലേക്ക്. ഈ ബിജുവിനെ പറ്റി ഈ സിബിക്ക് വല്ലാത്തൊരു ധാരണയാണ്. കാരണം ബിജു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്, കോളേജിലെ ചെയർമാനാണ്, വലിയ വാക്ചാതുര്യമുള്ള കക്ഷിയാണ്, ആരെയും മനമയക്കുന്ന സംസാരമാണ്. ആ രീതിയിലൊക്കെ സിബി നമ്മുടെ ബിജുവിൻ്റെ വലയിലേക്ക് ഇങ്ങനെ കുത്തി ഒഴുകി വീണു. ചുരുക്കി പറഞ്ഞാൽ ബിജു വിരിച്ച വലയിലേക്ക് സിബി വീണു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ രണ്ടു പേരും മുടിഞ്ഞ പ്രേമത്തിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ പ്രേമം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും അറിയാതെ സിബിയുടെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുകയെന്ന് ഓർത്തോണം. ഭാര്യയെ പോറ്റണം, മക്കളെ നന്നായിട്ട് വളർത്തണം, നല്ലൊരു വീട് വെക്കണം എന്നുള്ള സ്വപ്നത്തോടെ ചിലപ്പോൾ അരവയർ ഉണ്ടുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാ? ഒരുപാട് സ്വപ്നങ്ങൾ ഇവിടെ പൂവണിയിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ വല്ലാത്ത പ്രേമം ഇങ്ങനെ പൂവിട്ട് പുഷ്പിച്ച് ഇങ്ങനെ പദം വന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിട്ട് ബിജു മാറുകയാണ്. ഇതൊന്നും ഭർത്താവ് അറിയുന്നില്ലേ? ഇവർ തമ്മിൽ കുറേ അടുപ്പമായിരുന്നു. അടുപ്പമായിരുന്നു. ഇതിൽ ഈ ഭർത്താവിന് അമർഷം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നേരത്തെ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ. ഭർത്താവ് ഇതിനെ തുടർന്നാണ് നിരന്തരമായി ഈ സ്ത്രീയുടെ വീട്ടിൽ ബിജു ഒരു സന്ദർശകനായിരുന്നു. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് എന്ന് പറയുന്ന ആ പ്രവാസി നല്ലൊരു വീട് വെച്ച് കൊടുക്കുന്നു. ഇഷ്ടംപോലെ പൈസ ഇങ്ങനെ മാസം തോറും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഒഴുക്കുകയാണ്. ഒരു വിധത്തിലും ആ ഭാര്യയ്ക്ക് ഒരു വിഷമം വരാൻ പാടില്ല. കാരണം എന്താ? തൻ്റെ ഭാര്യയാണ്, അവളുടെ കണ്ണ് നിറഞ്ഞാൽ തനിക്കാണ് ബുദ്ധിമുട്ട്, തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കണം. അങ്ങനെ എല്ലാ വിധത്തിലും കിട്ടുന്ന പൈസ ചിലപ്പോൾ ചിലവിന് വേണ്ടി മാത്രം മാറ്റിവെക്കും. ബാക്കി പൈസ എല്ലാം ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വിടുകയാണ്. കാരണം എന്താ അറിയാമോ? ഈ ഭാര്യയെ ഭർത്താവ് എന്ന് പറയുന്നത് ഇയാൾക്ക് ഭയങ്കര വിശ്വാസമാണ്. തന്നെ ഒരിക്കലും ചതിക്കത്തില്ല. തൻ്റെ അല്ലേ തൻ്റെ ഭാര്യ, എന്തിനാ അവൾ ചതിക്കണം? തനിക്ക് വേണ്ടി ജീവിക്കുന്നവളാണ് എന്നുള്ള ചിന്തയോടെ അയാൾ ഇങ്ങനെ കിട്ടുന്ന പൈസ മുഴുവൻ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒഴുക്കി 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 ഒരു ഒഴുക്കലായിരുന്നു. ഭർത്താവ് മൊത്തം പൈസ ഈ ഭാര്യയുടെ പേർക്കാണ് അയച്ചു കൊടുക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ തൻ്റെ ഭാര്യയെ കാണണം, തൻ്റെ മക്കളെ കൊഞ്ചിക്കണം, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയ ഭർത്താവ് ഞെട്ടിത്തെരിച്ചു പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അയാളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. കാരണം നാട്ടുകാർ അവിടെ ഇവിടെ നടക്കുക പൂച്ചമുച്ചം പറയുകയാണ്, എടാ നീ നിൻ്റെ ഭാര്യയെ സൂക്ഷിച്ചോണം, നിൻ്റെ വീട്ടിൽ വേറൊരാൾ ചാർജ് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭർത്താവിന് എങ്ങനെ കേൾക്കാൻ പറ്റും? അതുമാത്രമല്ല, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ മറ്റൊരു സത്യം കൂടി ആ ഭർത്താവ് മനസ്സിലാക്കിയാണ്. തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ താൻ അയച്ചു കൊടുത്ത പണമൊന്നും കാണുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് പല പല കാരണങ്ങളൊക്കെ പറഞ്ഞ് ഈ ഭാര്യ ഭർത്താവിൽ നിന്ന് ഇങ്ങനെ മേടിച്ചത്. ആ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഒരു 10 പൈസ പോലും കാണുന്നില്ല. ആ പൈസ എവിടെയാണ്? അതിനൊന്നും ഉത്തരമില്ല. സ്വാഭാവികമായിട്ട് ഏത് ഭർത്താവായാലും തകർന്നു പോകുമല്ലോ. തകർന്നു പോയിരിക്കണം. അതാണ് ഭർത്താവ്. നമ്മുടെ ഈ ഭർത്താവ് ആകെ തകർന്ന തരിപ്പണമായി. ഈ ബിജു 3 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയുന്ന നമ്മൾ ഇത് കേട്ടറിവേ ഉള്ളൂ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ ഒരു മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയാൾ വഴക്കിനൊന്നും പോയില്ല. വഴക്കിന് പറഞ്ഞാൽ ചെറിയ പൊട്ടിത്തെറിവ് ഉണ്ടാവുമല്ലോ. വലിയ ഒരു കടുങ്കയിലേക്കൊന്നും അയാൾ പോയില്ല. അയാൾ നേരെ പോലീസിൽ കൊണ്ടൊരു പരാതി കൊടുക്കുകയാണ്. തൻ്റെ ഭാര്യ തനിക്കായിട്ട് വിട്ടുകിട്ടണം. അതുമാത്രമല്ല, തൻ്റെ ഭാര്യയിൽ നിന്ന് കാമുകനെന്ന് പറയുന്ന ബിജു പറ്റിച്ചെടുത്തതിന് 3 ലക്ഷത്തോളം രൂപ തിരിച്ച് കിട്ടണം എന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തത്. അങ്ങനെ പോലീസ് ഈ 3 പേരെയും, ബിജുവിനെയും സിബിയെയും ഭർത്താവ് എന്ന് പറയുന്ന ആളെയും പോലീസ് വിളിച്ചു വരുത്തുകയാണ്. പോലീസ് ബിജുവിന് അവസാനപ്പെട്ട ഒരു താക്കീതും കൊടുത്തു. ഇനി മേലെ നീ അവളെ വിളിക്കുകയോ കാണുകയോ ആ വീട്ടിൽ പോവുകയോ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. അതുമാത്രമല്ല, വരുന്ന മാർച്ചോടെ ഈ പൈസ മുഴുവൻ ഈ ഭർത്താവിന് തിരിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ എല്ലാവിധ എഗ്രിമെൻറ്റോടും ഈ 3 പേരും അവിടെ നിന്ന് പിരിയുകയാണ്. 5 പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എഗ്രിമെൻ്റ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ദിവസം കൊടുക്കാമെന്നും നമുക്കറിയത്തില്ല, എങ്ങനെ പറഞ്ഞതാണ്, പറഞ്ഞു കേട്ടറിവേ ഉള്ളൂ. ഒരുപാട് പ്രതീക്ഷയുമായിട്ട് ഈ ഭർത്താവ് ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. തനിക്ക് തൻ്റെ ഭാര്യ തിരിച്ചു കിട്ടി. ഇനി ഒരിക്കലും അവൾ കാമുകനിലേക്ക് തിരിച്ചു പോകത്തില്ല. മാത്രവുമല്ല, താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ ആ കാമുകൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ തനിക്ക് തിരിച്ചു തരും. ഒരുപാട് സന്തോഷത്തോടെ അയാൾ ഗൾഫിലേക്ക് വണ്ടി കയറി. കാമുകിക്ക് ഇപ്പോൾ പഴയ സ്നേഹമില്ല, എന്തോ ഒരു അകൽച്ച പോലെ. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് താൻ കടം മേടിച്ച പണം അവൾ തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. പൈസ തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, വരുന്ന ദിവസങ്ങളിൽ തന്നെ തിരിച്ചു കൊടുക്കണം. പോലീസ് അങ്ങനെയാണ് ഒത്തുതീർപ്പാക്കി വിട്ടത്. എന്തോ ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാമുകൻ എത്തിയിരിക്കുകയാണ്. അയാളൊരു കാര്യം തീരുമാനിക്കുകയാണ്, ഇനി അവൾ ജീവിക്കേണ്ട, താനും ജീവിക്കേണ്ട. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇയാളുടെ കുപ്പി പെട്രോളുമായിട്ട് നേരെ സിബിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. സിറ്റ് ഔട്ടിൽ ഒന്നും അറിയാതെ ഇരിക്കുന്ന സിബിയെ വിളിച്ച് പിടിച്ചുകൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ ബെഡ്റൂമിൽ നടക്കുന്നത് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും രണ്ടുപേരും അഗ്നികുണ്ഡമായിട്ട് മാറിയിരിക്കുകയാണ്. രണ്ടുപേർക്കും നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മനുഷ്യൻ കണ്ടാലറയ്ക്കുന്ന ഭീകരമായിട്ടുള്ള 2 ഈ കരിക്കട്ട പോലത്തെ ഒരു രൂപങ്ങളായിട്ട് രണ്ടുപേരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് കണ്ടാൽ സത്യം പറയാല്ലേ ആർക്കും പേടിയാവും. ആ രീതിയിലാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മരണം ഞാൻ കാണുന്നത്. സിബിയുടെ ഭർത്താവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. തൻ്റെ ഭാര്യ തന്നിലേക്ക് തിരിച്ചു വന്നു. ഇനി കുഴപ്പത്തിലൊന്നും അവൾ പോകത്തില്ല എന്നുള്ള സന്തോഷത്തോടെ അയാൾ ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ വിഷയം നാട്ടിൽ നടക്കുന്നത്.
വല്ലാത്തൊരവസ്ഥയല്ലേ. ഇനി ആ പാവൻ 2 കുട്ടികളുടെ അവസ്ഥ, അതായത് ഈ സിബിയുടെ 2 കുട്ടികളുടെ അവസ്ഥ, അതും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. ഇനി നമുക്ക് ബിജുവിൻ്റെ കാര്യത്തിലേക്ക് പോയാലോ. ഇയാൾ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്, അതിൽ 2 കുട്ടികളുമുണ്ട്. ഇതൊന്നും അറിയാതെ അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ഇങ്ങനൊരു ദുരന്തം അവരുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും 2 കുടുംബങ്ങൾ ചിന്ന ഭിന്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഈ സിബിയുടെ ഭർത്താവിൻ്റെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഈ അണ്ണൻ വ്യക്തമായിട്ട് പറയും. അണ്ണന്ന് പറഞ്ഞു കൊടുത്ത് എന്താ തെറ്റെന്നുള്ളത്. നല്ലൊരു വീടും വെച്ചു കൊടുത്ത് ഒരു പെണ്ണിനെ അവിടെ ആക്കി വേറെ ആരും കാണത്തില്ല. സ്വാഭാവികമായിട്ട് പല പ്രശ്നങ്ങളും നടക്കും. പൈസ കയ്യിലാവുമ്പോൾ പല പല ബന്ധങ്ങളാവും. ഈ പാവം ഇതൊന്നും അറിയത്തില്ല, ഗൾഫുകാരിതൊന്നും അറിയത്തില്ല. ഒറ്റയ്ക്കൊരു വീട്ടിൽ ഒരു പെണ്ണിനെ ഒരു വലിയ വീട്ടിലും ആക്കിയിട്ട് ഒരു പ്രവാസിയും പോകില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ ഈ അണ്ണൻ പറഞ്ഞത് കേട്ടല്ലോ. അണ്ണൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭാര്യയുടെ പേരിൽ വീട് മേടിക്കാൻ പാടില്ല, ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ആവശ്യമില്ലാതെ പണം ഒഴുക്കാൻ പാടില്ല, അത് മാത്രമല്ല ഭാര്യയെ തനിച്ചാക്കിയിട്ട് ഓരോരുത്തരും ഗൾഫിലേക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ ഇതാ അവസ്ഥ എന്നാണ് അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇത് അണ്ണൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ അണ്ണനെ പോലെ ഉള്ളവരുടെ കാഴ്ചപ്പാട് മാത്രമാണ്. നമുക്കിതൊരു അഭിപ്രായമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം എത്രയോ ഭാര്യമാർ ഗൾഫിൽ ഭർത്താക്കന്മാരുണ്ടെന്നും പറഞ്ഞ് വഴിതിരി നടക്കുവാണ്. ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ല. വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ മറ്റുള്ള രീതിയിലേക്കൊക്കെ പോകുന്നത്. ഇതൊരു പൊതുവായിട്ടുള്ള അഭിപ്രായമൊന്നും എടുക്കാൻ പറ്റത്തില്ല. കുടുംബത്തെ സ്നേഹിക്കുന്നവരൊന്നും ആരും ഇങ്ങനെ വഴിതെറ്റി നടക്കത്തില്ല. നടന്നാൽ അവരുടെ ജീവിതം പോക്കാം. അതുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നുള്ള സാധനത്തെ വിട്ട് ആരും അവരുടെ ജീവിതം കളഞ്ഞു കുളിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.